മദ്യക്കോഴ വിവാദത്തിൽപ്പെട്ട് സർക്കാരും യു.ഡി.എഫും ആടിയുലയുന്നു. കെ മാണിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് തുറന്നടിച്ച് ചീഫ് വിപ്പ് പി.സി. ജോർജ് രംഗത്തെത്തിയതാണ് യു.ഡി.എഫ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. എന്നാൽ അപകടം മണത്ത യു.ഡി.എഫ് നേതൃത്വം കെ മാണിയെ പിന്തുണച്ച് രംഗത്തെത്തി. സോളാർ കേസിന് ശേഷം സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ കോഴ വിവാദം വളരുന്നതും മുന്നണി നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. മദ്യക്കോഴ വിവാദം ഉയർന്നു വന്നത് മുതൽ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദമായിരുന്നു കേരള കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയത്. ചീഫ് പി.സി. ജോർജ് ആകട്ടെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷവും പി.സി. ജോർജ് നിലപാടിൽ നിന്നും പുറകോട്ട് പോകാത്തതാണ് യു.ഡി.എഫിനെ പ്രതിസന്ധിയിലാക്കിയത്. മാണി സാറിനെ പോലെ 50 കൊല്ലമായ ഒരു രാഷ്ട്രീയ നേതാവിനെ കോർണർ ചെയ്യുക, നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കരുണാകരനെയും നമ്പിനാരായണനെയും നശിപ്പിച്ചതുപോലെ നശിപ്പിക്കാനുള്ള ശ്രമമാണിത്. അതേ ശക്തികൾ വീണ്ടും ഇറങ്ങി രാഷ്ട്രീയ നേതാക്കന്മാരെ തകർക്കാൻ ശ്രമിച്ചാൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അതേസമയം മാണിക്കെതിരായ നീക്കത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം കരുതലോടെയാണ് പ്രതികരിച്ചത്. കെ.എം. മാണിയെ കുറ്റമുക്തനാക്കി കെ.പി.സി.സി. പ്രസിഡന്റ് തന്നെ രംഗത്തെത്തി. അതൊരു വിശ്വസനീയമായ കാര്യമാണ് എന്ന് കരുതുന്നില്ല. കേരളത്തിലെ പൊതുരംഗത്ത് അഭിമാനകരമായ ഒരു പശ്ചാത്തലവും പാരമ്പര്യവുമാണ് മാണി സാറിനുള്ളത്. ധനകാര്യമന്ത്രിക്കെതിരായിട്ട് ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ എന്ന് മാത്രമല്ല, ഞാനും മുഖ്യമന്ത്രിയും ആർക്കും പണം കൊടുക്കരുത്, ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ല, ഞങ്ങൾ അതിന് ചർച്ച ചെയ്യാൻ നിൽക്കാറുമില്ല. നേതാക്കൾ അന്വേഷണാവശ്യം തള്ളിക്കളഞ്ഞെങ്കിലും ബിജു രമേശ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത് യു.ഡി.എഫ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിയമ നടപടികളുമായി ബിജു രമേശ് മുന്നോട്ട് പോകുന്നത് യു.ഡി.എഫിനും സർക്കാരിനും തെല്ലൊന്നുമല്ല വിഷമം സൃഷ്ടിക്കുക. നവംബർ 5-ന് യു.ഡി.എഫ് നേതൃയോഗം ചേരുമ്പോൾ കോഴ വിവാദം ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.